നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് രംഗം പ്രചാരണ ചൂടിലേക്ക്. കായംകുളത്തുൾപ്പെടെ ആദ്യപടിയായി മുന്നണികൾ കൺവെൻഷനുകൾ തുടങ്ങി. കായംകുളം സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ പദ്ധതി അട്ടിമറിക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് തനിക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ. ശനിയാഴ്ച ജില്ലയിൽ 383 പേർക്ക് കോവിഡ്, 375 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം മണ്ഡലത്തിലെ 24 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കര ശാഖയിലെ സാമ്പത്തിക ക്രമക്കേടിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം താൽക്കാലികമായി നിർത്തി. സമരം നിർത്തിവെച്ചത് ചർച്ചയെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളം നഗരസഭ 39-ാം വാർഡ് UDF കൺവെൻഷൻ നടത്തി. നസീമ ഷംസുദ്ദീനാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. KPCC സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 3-ാം വാർഡിലെ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മിനി സലീമാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി. കൺവെൻഷൻ അഡ്വക്കേറ്റ് U പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MA അലിയാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MA അലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബൂത്ത് സെക്രട്ടറി P പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു. 13-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി E സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി, 13-ാം വാർഡ് സ്ഥാനാർത്ഥി സിന്ധു മധുകുമാർ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പത്തിയൂർ പടിഞ്ഞാറ് ഡിവിഷൻ സ്ഥാനാർത്ഥി M ജനുഷ, ജില്ലാ പഞ്ചായത്ത് പത്തിയൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി KG സന്തോഷ്, NCP ജില്ലാ സെക്രട്ടറി ഷാജി കല്ലറക്കൽ, DYFI കരിയിലക്കുളങ്ങര മേഖലാ സെക്രട്ടറി BS പ്രമോദ്, മുഹമ്മദ് ഖാൻ, വേണുക്കുട്ടൻ, സുഭാഷ്, സമീർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. തഴക്കര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തഴക്കര മുരളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. തഴക്കര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തഴക്കര മുരളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്വേഷണ ഏജൻസിയെ ഏർപ്പെടുത്തി അതിനെ ദുർബലപ്പെടുത്താൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെയും BJPയുടെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്തെന്ന് തിരിച്ചറിയാൻ ചിന്താശീലമുള്ളവർക്ക് കഴിയണം. നാട്ടിൽ സമാനതകളില്ലാത്ത വികസനങ്ങൾ വഴിതെളിച്ച കിഫ്ബി പദ്ധതിയെ ഓഡിറ്റ് ജനറലെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന BJPയുടെയും കോൺഗ്രസിന്റെയും ഒത്തുകളി. CPM ജില്ലാ കമ്മിറ്റി അംഗവും സ്ഥാനാർത്ഥിയുമായ തഴക്കര മുരളി, K രഘുപ്രസാദ്, രാജേഷ്, MS അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര. മാവേലിക്കര നഗരസഭാതല തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ബുദ്ധ ജംഗ്ഷന് കിഴക്ക് ഭാഗത്തുള്ള CPM ടൗൺ തെക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. മാവേലിക്കര നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ബുദ്ധ ജംഗ്ഷന് കിഴക്ക് ഭാഗത്തുള്ള CPM ടൗൺ തെക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ഗോവിന്ദൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് G ഹരിശങ്കർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുരളി തഴക്കര, ലീല അഭിലാഷ്, ഏരിയ സെക്രട്ടറി K മധുസൂദനൻ, G അജയകുമാർ, K അജയൻ, ജെന്നിക്സ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര. കായംകുളം നഗരസഭയുടെ LDF ഭരണകാലത്ത് സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ പദ്ധതി അട്ടിമറിക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് തനിക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U മുഹമ്മദ് വെളിപ്പെടുത്തി.
21-ാം വാർഡിൽ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നിരാകരിച്ചതിനെ തുടർന്ന് KPCC പ്രസിഡന്റിന് പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിൽ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുകയാണ് മുഹമ്മദ്. പല വാർഡുകളിലെയും സ്ഥാനാർത്ഥി പട്ടിക അവഗണിച്ച് ഇഷ്ടക്കാരെ കെട്ടിയിറക്കി സ്ഥാനാർത്ഥികളാക്കിയതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പദ്ധതി അട്ടിമറിക്കുന്നതിന് കൂട്ടുനിൽക്കാത്തതാണ് സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ കാരണമായതെന്നും മുഹമ്മദ് ആരോപിച്ചു. കഴിഞ്ഞ കായംകുളം നഗരസഭ LDF ഭരണകാലത്ത് സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ പദ്ധതി അട്ടിമറിക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് തനിക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അതടക്കമുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാലാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചതെന്നും DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U മുഹമ്മദ് വെളിപ്പെടുത്തി. BJPയുടെ പിന്തുണ LDF നഗരഭരണത്തിനുണ്ടായിരുന്നു. 5 വർഷക്കാലത്തെ നഗരഭരണം കായംകുളം നഗരചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ ധൂർത്ത് നിറഞ്ഞ നഗരഭരണമായിരുന്നു. ആ ഭരണത്തിൻ്റെ മുഴുവൻ അഴിമതിയും പൊതുസമൂഹത്തിൽ എത്തിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പദ്ധതി അട്ടിമറിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ ലക്ഷങ്ങളാണ് ഒരു കോൺഗ്രസ് നേതാവ് എനിക്ക് വാഗ്ദാനം ചെയ്തത്. അതിന് കൂട്ടുനിൽക്കാത്തതിനുള്ള വിരോധമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്നെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കൂട്ടായി അവർ നടത്തിയത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നഗരസഭാ കൗൺസിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ ഭാഗമായി എടുത്ത തീരുമാനം പുനഃപരിശോധിക്കുമെന്നും സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലം കൊമേഴ്ഷ്യൽ സോണാക്കിയ നടപടി കൗൺസിൽ റദ്ദ് ചെയ്ത് അത് പുനഃസ്ഥാപിക്കുമെന്നുള്ള ഭയമാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിന് ഒരു വിഭാഗം നേതാക്കന്മാർ കൂട്ടായി പരിശ്രമിച്ചത്. 21-ാം വാർഡിൽ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നിരാകരിച്ചതിനെ തുടർന്ന് KPCC പ്രസിഡന്റിന് പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിൽ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുകയാണ് മുഹമ്മദ്. നഗരസഭാ കൗൺസിലർ എന്ന സ്ഥാനമില്ലെങ്കിലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം താൻ തുടരുമെന്നും ഭരണക്കാർക്ക് വിടുമണി ചെയ്ത് അഴിമതിപ്പണം കൈപ്പറ്റുന്ന പാർട്ടിയിലെ ഒറ്റുകാർക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് U മുഹമ്മദ് പറഞ്ഞു. സ്വന്തം വാർഡിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച പണം പോലും ലഭിക്കാത്ത ആളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എതിരാളിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നേടിക്കൊടുത്തയാളുമായ വ്യക്തിക്ക് വേണ്ടി സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പദ്ധതി അട്ടിമറിക്കുന്നതിന് കൂട്ടുനിൽക്കാത്തതാണ് തന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ കാരണമായതെന്നും മുഹമ്മദ് പറയുന്നു. നഗരസഭയും തെരഞ്ഞെടുപ്പുമായും യാതൊരു ബന്ധവുമില്ലാത്ത തെരഞ്ഞെടുപ്പ് സമിതിയുടെ ലക്ഷ്യം സാമ്പത്തിക താൽപ്പര്യങ്ങളും സ്ഥാപിത താൽപ്പര്യങ്ങളുമായിരുന്നു. പല വാർഡുകളിലെയും സ്ഥാനാർത്ഥി പട്ടിക അവഗണിച്ച് ഇഷ്ടക്കാരെ കെട്ടിയിറക്കി സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും U മുഹമ്മദ് ആരോപിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗുരുതരമായ ക്രമക്കേടാണ് മിക്ക വാർഡുകളിലും റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഇടയൊരുക്കിയത്. പാർട്ടി കമ്മിറ്റികളുടെ രസീത് പോലുമില്ലാതെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് എന്ന വ്യാജേന ലക്ഷക്കണക്കിന് രൂപയുടെ ഒറ്റയാൻ പിരിവ് നടത്തുന്നത് ഒരു വിഭാഗം നേതാക്കളുടെ സ്ഥിരം പദ്ധതിയാണെന്നും മുഹമ്മദ് പറഞ്ഞു. ഇത്തരക്കാരുടെ പിരിവും ഭീഷണിയും നഗരത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ പാർട്ടിയുടെ ശത്രുക്കളാക്കി മാറ്റിയതായും ഇത്തരക്കാർക്ക് തെരഞ്ഞെടുപ്പുകൾ ചാകരയാണെന്നും U മുഹമ്മദ് പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കൗണ്ടിംഗ് സെന്ററായ താമരക്കുളം BVHSSൽ ജില്ലാ കളക്ടർ A. അലക്സാണ്ടർ സന്ദർശനം നടത്തി. സ്ട്രോങ് റൂം, കൗണ്ടിംഗ് ഹാളുകൾ എന്നിവിടങ്ങളിലെ സൗകര്യങ്ങൾ പരിശോധിച്ച അദ്ദേഹം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അത്യാവശ്യം ഒരുക്കേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ചും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കൗണ്ടിംഗ് കേന്ദ്രമായ താമരക്കുളം VVHSSലാണ് ജില്ലാ കളക്ടർ A. അലക്സാണ്ടർ എത്തിയത്. സ്ട്രോങ് റൂം, കൗണ്ടിംഗ് ഹാളുകൾ എന്നിവിടങ്ങളിലെ സൗകര്യങ്ങൾ പരിശോധിച്ച അദ്ദേഹം കോവിഡ് പശ്ചാത്തലത്തിൽ അത്യാവശ്യം ഒരുക്കേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. 12 ബ്ലോക്കുകൾ, 6 നഗരസഭകൾ എന്നിവ ഉൾപ്പെടെ ജില്ലയിൽ 18 കൗണ്ടിംഗ് സെന്ററുകളാണ് ഉള്ളത്. ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വർണ്ണമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് BDO ദിൽഷാദ്, അജയകുമാർ തുടങ്ങിയവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. 6 മുനിസിപ്പാലിറ്റി ഉണ്ട്. അതിൻ്റെയൊക്കെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കലും അതിൻ്റെ സ്ക്രൂട്ടനിയൊക്കെ ഇന്നലെ അവസാനിച്ചു. അപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി നമുക്ക് സ്ഥാനാർത്ഥികളുടെ ഒരു പിക്ചർ ക്ലിയറായിട്ട് അതിൻ്റെ ചിഹ്നവും കാര്യങ്ങളും അലോട്ട്മെൻറ്റും പിക്ചറും ഒക്കെ തെളിയും. അതോടൊപ്പം തന്നെ നമുക്ക് 12 കൗണ്ടിംഗ് സെൻറ്ററും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററും റിസീവിംഗ് സെൻറ്ററും കൗണ്ടിംഗ് സെൻറ്ററും അങ്ങനെ 12 ബ്ലോക്കിൽ 12 സെൻറ്ററും അതോടൊപ്പം തന്നെ 6 മുനിസിപ്പാലിറ്റിയിൽ 6 സെൻറ്ററുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വെരിഫിക്കേഷനാണ് ഇന്ന് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് തൊട്ട് 2-3 ദിവസമായിട്ട് ഈ 12 സെൻറ്ററും പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഏരിയയിലും ഒക്കെ പോകും. നമുക്ക് ഏകദേശം 1889 ബൂത്ത് പഞ്ചായത്ത് ലെവലിലും
282 ബൂത്ത് നമുക്ക് മുനിസിപ്പാലിറ്റി ലെവലിൽ മൊത്തത്തിലും നമുക്കുണ്ട്. അപ്പോൾ ഇത്തരം ഈ ബൂത്തുകളൊക്കെ നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CD Net News, ചാരിമുട. ശനിയാഴ്ച ജില്ലയിൽ 383 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ മറ്റ് സംസ്ഥാനത്ത് നിന്നും എത്തിയതാണ്. 375 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 7 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 919 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 36,787 പേർ രോഗമുക്തരായി. 7,261 പേർ ചികിത്സയിലുണ്ട്. കായംകുളം മണ്ഡലത്തിലെ 24 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 8 പേർക്കും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും രോഗം ബാധിച്ചു. അതേസമയം 8 പേർക്ക് മണ്ഡലത്തിൽ രോഗം ഭേദമായിട്ടുണ്ട്. കായംകുളം മണ്ഡലത്തിലെ 26 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 8 പേർക്കും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും ദേവികുളങ്ങര കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ ആൾക്ക് വീതവുമാണ് രോഗം ബാധിച്ചത്. അതേസമയം 8 പേർക്ക് മണ്ഡലത്തിൽ രോഗം ഭേദമായിട്ടുണ്ട്. കായംകുളം നഗരസഭാ പരിധിയിൽ ഒരാൾക്കും രോഗം ഭേദമായി. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും ദേവികുളങ്ങര പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ഒരാൾക്കും രോഗം ഭേദമായി. ഇതുവരെ 3595 പേർക്കാണ് കായംകുളം മണ്ഡലത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 3256 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. 300 പേർ ചികിത്സയിൽ കഴിയുന്നു. CD Net News, കായംകുളം. ഇനിയൊരു ഇടവേള. CD Net News നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം അതിപ്രധാനമായ ഈ കാലഘട്ടത്തിൽ കോവിഡ് പ്രോട്ടോക്കോളും ഡയറ്റിംഗും കൃത്യമായ സമയക്രമവും പാലിച്ചുകൊണ്ട് കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഈഗിൾ ജിം. ഒന്നാംകുറ്റി SNDP മന്ദിരത്തിന് എതിർവശം ശ്രീശൈലം ടവർ, KP റോഡ്, കായംകുളം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വ്യായാമമുറികൾ, പ്രത്യേകം ട്രെയിനർമാർ, പ്രത്യേക സമയക്രമം. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. നല്ല സാധനം, സാധാരണ വില, ഒന്നും നോക്കാനില്ല. ഇന്ദു തന്നെയാണ് പെർഫെക്റ്റ് സേവിംഗ്. ആത്മവിശ്വാസം ആഘോഷമാക്കുവാൻ ഇന്ദു ഫാഷൻ 1 ഗ്രാം ഗോൾഡ് ജുവലറി, കൊല്ലൂർ, ആമ്പല്ലൂർ, കൊടുങ്ങല്ലൂർ, കായംകുളം ആൻഡ് ഹരിപ്പാട്. 1 ഗ്രാം തങ്കാഭരണങ്ങൾ വാങ്ങുന്നത് സ്വർണം പോലെ തന്നെ സമ്പാദ്യം. ആദായ വിലയുടെ അവസാന വാക്ക് ഒലിവ് ഫർണിച്ചർ. ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് അവരവരുടെ വീട്ടിലെത്തും. ഇതിലും വിലക്കുറവിൽ മറ്റെങ്ങും കിട്ടില്ല. ഒലീവിലേക്ക് വരൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കൂ. ഒലീവ് ഫർണിച്ചർ, സത്രത്തിൽ ബിൽഡിംഗ്, KP റോഡ്, മൂന്നാംകുറ്റി, കായംകുളം. രവീസ് ഒരുക്കിയിരിക്കുന്നു എല്ലാ ദിവസവും ഫിനാൻസ് മേള. തവണ വ്യവസ്ഥയിൽ പലിശരഹിത ഫിനാൻസ് സൗകര്യം. ആപ്പിൾ MA ഫോണുകളുടെയും TVകളുടെയും കായംകുളത്തെ ഏക അംഗീകൃത ഡീലർ. വിദേശ രാജ്യങ്ങളിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ മൊബൈൽ ഫോൺ സർവീസിംഗ്. രവീസ് ഡിജിറ്റൽ ഹബ്, ഓപ്പോസിറ്റ് യൂണിയൻ ബാങ്ക്, പുതിയിടം, കായംകുളം. കുമാർ പെയിന്റ്സ്. വിസ്മയിപ്പിക്കും കളക്ഷനുമായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ഡിജിറ്റൽ ശൃംഖല മൈജി ഇനി നിങ്ങളുടെ തൊട്ടരികിൽ. അതെ, നവംബർ 7 ശനിയാഴ്ച മുതൽ കായംകുളവും സൂപ്പർ ഡിജിറ്റലാകുന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മികച്ച ഓഫറുകളോടെയും ഡിസ്കൗണ്ടുകളോടെയും ഒപ്പം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഗാഡ്ജറ്റ് റിപ്പയർ ആൻഡ് സർവീസ്. വിശ്വാസത്തിന്റെ, സേവന മികവിന്റെ ഈ പുത്തൻ ഡിജിറ്റൽ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. ജെമിനി ട്രേഡേഴ്സ് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ,
ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്, ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്, വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 12,226 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 231 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 1301 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിൽ ഉള്ളത് 4988 പേരാണ്. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 12,226 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 231 പേർ വൈറസ് ബാധിച്ച കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലാണ്. 1301 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് 4988 പേരാണ്. 165 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 919 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. 1540 പേരാണ് ആകെ ആശുപത്രി നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. 834 പേരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. 1538 പേരെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ 2,66,953 പേർ ഇതുവരെ കോവിഡ് സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ട്. CD ന്യൂസ്, കായംകുളം. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കര ശാഖയിലെ സാമ്പത്തിക ക്രമക്കേടിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം താൽക്കാലികമായി നിർത്തി. നിക്ഷേപക കൂട്ടായ്മ ഭാരവാഹികൾ ബാങ്ക് ഭരണസമിതിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു സമരം അവസാനിപ്പിച്ചത്. നിക്ഷേപകരുടെ പ്രശ്നപരിഹാരത്തിനായി ജോയിന്റ് രജിസ്ട്രാറെ ഉൾക്കൊള്ളിച്ച് ഭരണസമിതി യോഗം ചേരും. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കര ശാഖയിലെ സാമ്പത്തിക ക്രമക്കേടിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ ബാങ്കിന് മുൻപിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. നിക്ഷേപ കൂട്ടായ്മ ഭാരവാഹികൾ ബാങ്ക് ഭരണസമിതിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അതേസമയം സഹകരണ ബാങ്ക് തഴക്കര ശാഖയിലെ നിക്ഷേപകരുടെ പ്രശ്നപരിഹാരത്തിനായി ഉടൻ തന്നെ ജോയിന്റ് രജിസ്ട്രാറെ ഉൾക്കൊള്ളിച്ച് ഭരണസമിതി യോഗം ചേരുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ഗോപൻ അറിയിച്ചു. ഭരണസമിതി യോഗത്തിലാണ് വിഷയം സംബന്ധിച്ച തീരുമാനമെടുത്തത്. താലൂക്ക് സഹകരണ ബാങ്ക് ആസ്ഥാനത്ത് സമരം നടത്തിവരികയായിരുന്ന നിക്ഷേപകരുടെ ആവശ്യപ്രകാരം അവരിൽ നിന്ന് 3 പ്രതിനിധികളെ വിളിച്ച് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായതെന്നും ഗോപൻ പറഞ്ഞു. തഴക്കര ബ്രാഞ്ചിലെ നിക്ഷേപകരുടെ പ്രതിനിധികളായി 6 പേരെ യോഗത്തിൽ ഉൾപ്പെടുത്തി ഒരു പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടാക്കുമെന്നും ഭരണസമിതി നിക്ഷേപകർക്ക് ഉറപ്പ് നൽകിയതായും ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. CD ന്യൂസ്, മാവേലിക്കര. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി CR മഹേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷ പ്രാസംഗികനും ഉദ്ഘാടക പ്രാസംഗികനും എല്ലാം പറഞ്ഞ പോലെ ഓച്ചിറ മുന്നോട്ട് വെക്കുന്ന ഒരു പുരോഗമനപരമായ ആശയമുണ്ട്. ആ ആശയത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ കാണുന്ന സമ്മേളനം. കാലാകാലങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്ഷേത്രത്തിലെ വിദ്യാഭ്യാസ സമ്മേളനമാകട്ടെ, യുവജന സമ്മേളനമാകട്ടെ, വനിതാ സമ്മേളനമാകട്ടെ, സാംസ്കാരിക സമ്മേളനമാകട്ടെ, അത് മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഇത്തരം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന പുരോഗമനപരമായ ഇന്ന് ആധുനിക ലോകം നേടിയിട്ടുള്ളതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധിപരമായ വികാസത്തിൻ്റെ പ്രവൃത്തിപഥമാണ്. മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ തെളിവാണ് നമ്മൾ ഓരോ കാലഘട്ടത്തിലും മാറി മാറി കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ അറിവിൻ്റെ മാറ്റങ്ങളുടെ എല്ലാം നേട്ടങ്ങളുടെ എല്ലാം ആകത്തുകയെന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ ബുദ്ധിയാണ്. അഡ്വക്കേറ്റ് A. അജികുമാർ, ഹരികൃഷ്ണൻ, N. ശ്രീകുമാർ, R. രാജശേഖരൻ, N. തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രഭരണസമിതി കാര്യനിർവഹണ സമിതി അംഗം ഏലമ്പടത്ത് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CD ന്യൂസ്, ഓച്ചിറ.
മോശം കാലാവസ്ഥയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 25-ന് കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് നിന്നും കടലിൽ പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 25-ന് കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. കേരള തീരത്തു നിന്നും ഈ ദിവസങ്ങളിൽ കടലിൽ പോകാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കന്യാകുമാരി, ഗൾഫ് ഓഫ് മന്നാർ, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിൽ യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിനായി പോകാൻ പാടുള്ളതല്ലെന്നും നിർദ്ദേശമുണ്ട്. 22 വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ, അതിനോട് ചേർന്നുള്ള മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നീ സമുദ്രമേഖലകളിൽ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 60 മുതൽ 65 കിലോമീറ്റർ വേഗതയിലും അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പുള്ളത്. CDN ന്യൂസ്, ആറാട്ടുപുഴ. KSRTC മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പിൽ സ്റ്റാഫ് AC സ്ലീപ്പർ കോച്ച് ബസിന്റെ നിർമ്മാണം പൂർത്തിയായി. KSRTC MD ബിജുകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ബസ് നിർമ്മിച്ചത്. KSRTC മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പിൽ സ്റ്റാഫ് AC സ്ലീപ്പർ കോച്ച് ബസിന്റെ നിർമ്മാണം പൂർത്തിയായി. KSRTC MD ബിജുകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ബസ് നിർമ്മിച്ചത്. 16 കിടക്കകൾ, എയർ കണ്ടീഷൻ കമ്പാർട്ട്മെന്റുകൾ, ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ, 5 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന മനോഹരമായ ഡൈനിങ് ഹാൾ, കൂളിംഗ് ഫാൻ, സൈഡ് മോസ്കിറ്റോ നെറ്റ്, വാഷ് ബേസിൻ, വേസ്റ്റ് ടബ് തുടങ്ങിയ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ബസ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി കോർപ്പറേഷന് സമർപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ഡിപ്പോ എഞ്ചിനീയർ ജെയിംസ്, ബസ് നിർമ്മാണത്തിൽ അക്ഷീണം പരിശ്രമിച്ച തൊഴിലാളികൾ എന്നിവരെ റീജിയണൽ വർക്ക്ഷോപ്പ് വർക്ക്സ് മാനേജർ സുനിൽകുമാർ അഭിനന്ദിച്ചു. CDN ന്യൂസ്, മാവേലിക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പ് രംഗം പ്രചാരണ ചൂടിലേക്ക്. കായംകുളത്തുൾപ്പെടെ ആദ്യപടിയായി മുന്നണികൾ കൺവെൻഷനുകൾ തുടങ്ങി. കായംകുളം സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ പദ്ധതി അട്ടിമറിക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് തനിക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ. ശനിയാഴ്ച ജില്ലയിൽ 383 പേർക്ക് കോവിഡ്, 375 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം മണ്ഡലത്തിലെ 24 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കര ശാഖയിലെ സാമ്പത്തിക ക്രമക്കേടിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം താൽക്കാലികമായി നിർത്തി. സമരം നിർത്തിവെച്ചത് ചർച്ചയെ തുടർന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.